റിഫായ് പോട്ട് ഞാൻ പറയുന്നത് ഇതാ തയ്ക്കണ്ട ഞാൻ പറയുന്നത് നിക്ക് ഞാൻ ഇതാ റിഫായി ബാവ ഞാൻ നിക്ക്. ഹലോ മച്ചാമാരാ, സുഖല്ലേ? ഞാനേ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നേ. കാരണം എൻ്റെ ഒരു എക്സ് ഉണ്ട്. എൻ്റെ എക്സ് കുറെ നാളായിട്ട് ഞാൻ എക്സുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ എക്സ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് സംഭവം എന്ന് അറിഞ്ഞൂടോ? ഒന്നാമത് നോമ്പിന്റെ സമയമാണ്. എക്സിന് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ എന്ത് സംഭവം എന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാൻ ഒരു ധൈര്യത്തിന് റിഫായിനെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോ ഒരു ധൈര്യത്തിന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ധൈര്യമാണ് എനിക്ക്. ഇനി അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞ അവളെ ഒന്ന് കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, അല്ല കൂടുതൽ സംസാരിക്കാന്ന് വെച്ചാലല്ലേ അവളെന്തിനാ വിളിച്ചതെന്നൊന്നും അറിയില്ല. എനിക്ക് ഒരു ഭയങ്കര പേടിയാവുന്നുണ്ട്. കാണാൻ എന്തിനാന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് കണ്ടിട്ട് പോവാം, എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ വരുന്നല്ലോ. ഞാനത് വെയിറ്റിംഗ് ആണ്, നോക്കാം എന്തായിരിക്കും. എനിക്കൊന്നും അറിഞ്ഞൂടാ ഇനി എന്ത് സംഭവിക്കും, എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല. എടാ നീ പോയിട്ട് നോക്കണേ, ശ്രദ്ധിക്കണേ. ബാഗെല്ലായിട്ട് വന്നതിനോട് കുറച്ചായി. ബാഗെല്ലായിട്ട് എന്ത് ഒളിച്ചോടിച്ചു വന്നതാ? ഓ ഇറങ്ങിക്ക്. ഞാൻ എത്തിയോ? എന്ത് സംഭവം? ബാഗെല്ലായിട്ട് എന്ത് അങ്ങനെ കയറാൻ പറ്റില്ല. ബാഗെല്ലായിട്ട് എന്ത് ബാഗായിട്ട് എന്ത്? ഓനെ കാണാൻ വന്നല്ലേ? എന്ത്? അല്ല നീ ബാഗെല്ലായിട്ട് എടുക്ക് വന്ന് നേരെ വെക്കുന്ന ഞാൻ പോന്നു. എനിക്ക് ഈ കേസിൽ നടക്കല. അല്ലടാ നടക്കല. ഇവള് പരിലിക്കാൻ കയലാന്നല്ലാരും ഞാൻ മംഗല 2 കിടാവല്ലുണ്ടാ. ഫസ്റ്റ് പറഞ്ഞിട്ടാന്നല്ലെങ്കിൽ അങ്ങനല്ലേ ഇല്ലെങ്കിൽ എന്താക്കുന്ന? ഞാൻ നിങ്ങളെ 2 വീട് ഇറക്കുന്നു. നിങ്ങൾ എന്ത് വേണം? തമാശ കളിക്കല്ലേ നീ? ഒരു കാര്യമൊക്കെ പാർക്കിലാണെങ്കിൽ നിർത്തി. പാർക്കിലൊന്നും നിർത്താനൊന്നുമില്ല, സൈഡിൽ നിർത്തുന്നു. അങ്ങനെ പറയുന്ന പറഞ്ഞത് നീ എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ മുണ്ടാ എന്റെ വണ്ടിയിലുള്ള നീ ഇറങ്ങ്. അല്ല വണ്ടിയെല്ലാം ഞാൻ പറയുന്നേക്ക് തല്ലാക്കണ്ടേ? ഞാൻ പറയുന്നേക്ക് അല്ല പിന്നെ എനിക്ക് പറ്റല്ലത്. എന്റെ ലാസ്റ്റ് കേസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നു. ഞാൻ പറയുന്ന കേക്ക് എന്തെന്നറിയോ? എടാ നീ പോന്നായില്ലേ? നീ റിട്ടേൺ പോന്നായില്ലേ? നീ കളിക്കണ്ട. നീ വെറുതെ ബാഗെല്ലാം എടുത്തിട്ട് വന്നിട്ട് കളിക്കണ്ട. പോന്നായില്ലേ? റിഫായ് പോട്ട് ഞാൻ പറയുന്നത് ഇതാ തയ്ക്കണ്ട ഞാൻ പറയുന്നത് നിക്ക്. ഞാൻ ഇതാ റിഫായി ബാവ ഞാൻ നിക്ക്. ഞാൻ പറയുന്നേക്ക് ഇതാ ആൾക്കാർ വരും. മതി എന്റെ ഇതാ കേസ് ഒന്നും കൊടുത്തിട്ടുണ്ടോ നീ? ഹലോ ഗൈസ്, ഇതില്ലേ ആക്ച്വലി ഇതായിരുന്നറിയോ മാസ്റ്റർ പ്ലാന്? ഇവന്റെ മാസ്റ്റർ പ്ലാന് തൊടല പേടിക്കണ്ട, കണ്ണുനാലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്നതിന് നമ്മളൊരു പുതിയ വർക്കിന്റെ ഷൂട്ടുണ്ട്. ആ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ആ ഷൂട്ടിലെ നായികയാണ്. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ കാമുകി ആക്ച്വലി ഇവളല്ല, എന്റെ ആൽബമാണ്. എന്റെ കാമുകി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2 വർഷം മുമ്പ് വിട്ടതെന്ന്. ആ 2 വർഷം മുമ്പ് വിട്ട എന്റെ കാമുകിയെ ഞാൻ ഇന്നല്ല ഞാനൊരു ചെറിയ ഷൂട്ടിലുണ്ടായിരുന്നു. ഞാനായിട്ടിപ്പോ സെറ്റിൽ ചെയ്ത് ഡയറക്ഷനൊക്കെ ചെയ്ത് തുടങ്ങുന്ന വർക്ക് ഇന്ന് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ കാമുകിയും കൊണ്ട് ഞാൻ എന്റെ കുദാശാവലിന് ഈ ചാനലിൽ റൂഹ് എന്ന് പറയുന്ന ഒരു ആൽബം ഉടനെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എടാ എന്താക്കുന്ന നീ? ഗൈസ് ഉള്ളില് കഞ്ഞാടി ഇല്ലാന്നല്ലെങ്കിൽ ഇതല്ലത്. ഇത് എന്ത് ഇതെന്റെ ബുക്ക് എല്ലാരും എടുത്തിരിക്കും. തല്ലുപിയും അത് എന്റെ ബുക്ക്. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് വലുതുണ്ട്, വേണം.
നമ്മളെ ദിലീപിന്റെ മൈ ബോസാ കഷ്ടാഞ്ഞല്ലേ ഏ എന്താ നിക്ക് നീ പോണ്ട എന്തിത് ജർക്ക് പറ്റില്ല. ഒരു 4 റീൽസ് ആക്കാൻ സമയം തരണോ അങ്ങനെല്ലാം കിട്ടണോ വൈകുന്നേരം ശമ്പളം തരുന്ന ഞാനല്ലേ കാഴ്ചക്ക് കുറച്ചോ വ്യക്തത കുറവുള്ളതുകൊണ്ട് എന്റെ കണ്ണട മാറ്റാം. ഒന്നും ഒഴിവാക്കാല എന്നെ നീ എന്ത് കൊടു കേസ് കൊടു നീ കൊടു കേസ് കൊടു പോയിട്ട് എനക്കെന്താ നീ കേസ് കൊടുവായി എന്താ അറിയോ ഞാൻ അതിലെ പേര് ഓടിയിട്ടുള്ള ഷോട്ട് ഫസ്റ്റ് നോക്ക് വെക്കുന്നതല്ല നമുക്ക് ആ ഒരു ഷോട്ടിലേക്ക് തന്നെ തന്നത് ഈ വാളെ നിങ്ങൾ നോക്കിയ സോറി. ഓക്കെ ഗുഡ് നൈറ്റ് ഏരിയ ഇത് ഏരിയ സെറ്ററാ ഒരു കണ്ണ് മാത്രം ഭയങ്കര കണ്ണ് മാത്രം കണ്ണ് മാത്രം ആകട്ടെ ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് ഐസ് ഓപ്പൺ ഓക്കെ റെഡി റോളിംഗ് ആക്ഷൻ ആക്ഷൻ സ്കാനിങ് ഉണ്ടാ സ്കാനിങ് ഉണ്ടാ ഇല്ലടാ ഒന്നുകൂടി അത് ആ സ്കാനിങ്ങിന്റെ ലെങ്ത് മതിയായിട്ടോ ഫീൽ ചെയ്തിട്ടോ അതൊന്നാ നോക്കട്ടെ അല്ലാന്ന് ഡ്രസ് മാറിട്ട് വന്നിട്ട് പിന്നെ കുർത്ത കിട്ടുന്നില്ല ആള് മാറിയല്ല വാ ഫോണെല്ലാം എടുത്തിനാ ആ ഇത് സെറ്റ് ഫോൺ മതി ഫോൺ എടുത്തിനാ റിഫ എടുത്തു അയ്യോ അയ്യോ അറിഞ്ഞാ ഇവള് ഉള്ളിലേക്ക് പോയിട്ട് കാണുന്നേ ഇല്ല ഞാൻ വിചാരിച്ചു സ്മെല്ല് അടിച്ചിട്ട് അവിടെ മരിച്ചു പോയിട്ട് പണി നോക്ക് ഒരു മാതിരി ബെറ്റിയ കോമഡി തൊണ്ടന് നീ ഇൻട്രോ വെട്ട് എന്നല്ല ഉണ്ടാവും ഓൻ എല്ലാ വേട്ടും ഉണ്ട് എക്സ്ട്രാ വേട്ട് ഇല്ല അതില് കോമഡി ഇല്ല കോമഡി ഇല്ല അതില് കോമഡി അല്ല നീ സ്വയം ചിരിച്ചോളണം നീ സ്വയം ചിരിച്ചോളണം അല്ല ഓണ്ട് ഈ ഇർഫാന് ഗൈസ് 2 മണിയായി നോമ്പ് പിടിച്ചിട്ടില്ലേ ഗുൽഫാത്തറയിന് ഓളെ ഷോട്ട് എടുത്തോണ്ട് എന്റെ പൊന്നെ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടും കൂടി എൻറ്റർ ആവാനുണ്ട് ഓനും കൂടി വന്ന പരിപാടി കളറായി അസ്സലാമു അലൈക്കും അത് വരല എടാ എന്തേ കൊറേ നാൾക്ക് ശേഷോടാ കാണുന്ന ഞാനല്ല വിളിച്ചെടുക്കാൻ ടൈം ഇല്ലല്ലോ നിനക്ക് ഓ അത് ശരി മാഷാ അല്ലാ കയ്യാനാ അയാടാ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ പിന്നെ നീ പിന്നെ ഇതാ നിന്റെ ഇത് പാർക്കല്ലേ അത് തന്നെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത് ബീച്ച് പാർക്ക് എൻട്രൻസ് അങ്ങനെ അതല്ല അതുകൊണ്ട് അതുകൊണ്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യാം പാർക്കിന്റെ അല്ല എന്നാ എൻട്രൻസിന്റെ 60 ആണ് അങ്ങനെ അതിനാ ആ ഏത് ഇത് 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 സന്തോഷ് ശിഷ്യനായ സന്തോഷ് പണ്ഡിത്തിന്റെ ആണ് പൈസ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയമില്ലടാ ഇർഫാൻ നിങ്ങൾ തമ്മിൽ പരിചയമില്ല ആയിഷ മുസ്ലിം നല്ല പെണ്ണുണ്ട് മജാല് വന്നു അയ്യ മോട് പോയി റമദാൻ മാസം ഓളാണ്
ഇങ്ങോട്ട് പോയി ഞാൻ പോയി. ഓനിങ്ങനെ ചളി അടിക്കുന്ന ഓനെ നോക്കണ്ട ഓനെ കണക്കിലെടുത്തിട്ടാ. എല്ലാം ഉണ്ടാവും. അടുത്ത ഷോട്ട് വാ. ഫുൾ ഡൗൺ എന്നാണോ? ഡൗണാന്നല്ല, നീ വന്ന് കറക്റ്റ് പോയി. അതിന്റെ അല്ലേ നമുക്ക് കണ്ണ് കിട്ടാന്, അതായത് കണ്ണിലെ തീവ്രമായ പ്രണയം. മുകളിലേക്കെല്ലാം നോക്കോ. പക്ഷെ എന്തെന്നറിയോ, എന്റെ മൂട് എന്നെ ലൊക്കേഷൻ റിട്ടേൺ പാരി. കാണുന്നില്ലേ? എല്ലാത്തിനും നോമ്പിന്റെ ഹാലാറാ. ആ നോമ്പിന്റെ ഹാലാ. ചോദിച്ചു നോക്ക്. ഇവിടെ ഞാൻ ഇരിക്കുന്ന സാധനം എന്തിനാ എന്റെ ബാക്കിൽ ക്യാമറ? ഞാൻ മറ്റേ അലൻ ജോസ് പേരെയാ ഫോണെടുത്ത ക്യാമറ കൊണ്ടുവരാൻ. നോമ്പ് പോകുന്നതിനെ കുറിച്ചിട്ട് എന്ത് പറയാനുള്ളത്? നോമ്പ് ഇനി എത്ര ദിവസമേ ഉള്ളൂ? ഇനി 2-3 ദിവസമേ ഉള്ളൂ. ബേജാറ്. എന്ത് പറയണ്ടെന്ന് ഒരു പിടിയില്ല. നിന്റെ എന്താ അഭിപ്രായം? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടാ തന്നെ കണ്ണിലില്ലേ? ഓനക്കല്ല എന്ത്, ഓന് തമാശ. നമ്മക്കറിയത്ര അതിന്റെ ബേജാറ്. പറയ്. അതായത് അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാവും, നീ ഉണ്ടാവും അല്ലെ? ഇൻഷാ അല്ലാ പഠിച്ചവൻ എല്ലാരും നന്നാക്കട്ടെ. ഇൻഷാ അല്ലാ. വാർത്തകൾ വായിക്കുന്നത് കാസർഗോഡ് സ്ലാങ്ങിൽ വായിക്കും. കാസർഗോഡ് സ്ലാങ്ങിൽ വായിച്ച ഒരു ചക്കനെ കുത്തിയിട്ട് കഴിഞ്ഞിട്ട് പാഞ്ഞിട്ട് തച്ചിട്ട് പോയി. ക്യാമറ ഫ്രണ്ടിൽ അവനെ പൊക്കിട്ട് പറയും. അല്ലല്ല ഉള്ള പറയണ്ട. നീ നാച്ചുറൽ ആയിട്ട് അവനെ കുറിച്ച് എന്താ അഭിപ്രായം? നാച്ചുറൽ ആയിട്ട് പറഞ്ഞു നോക്കുമ്പോ പുള്ളിക്കാരൻ ഭയങ്കര പാവാട്, സുപ്രതിശനും, സൽസ്വഭാവിയും, സൽബോവരി, സൽഗുണ സമ്പന്നനും യോനാ ഉള്ളതന്നെ. അത് എനിക്ക് തോന്നുന്നില്ല. നീ വെറുതെ ഉള്ളം കൊണ്ടുപോവാ. നീ സത്യം പറഞ്ഞു. ഓനില്ലാതെ എന്നോട് പറഞ്ഞാൽ ആദ്യം. നല്ല പെണ്ണുള്ളോ ചെള്ള പെണ്ണുങ്ങോ അങ്ങനെയല്ല ചെല്ലു. ഓനെ കുറിച്ച് നല്ല പെണ്ണുള്ളോ ചെള്ള പെണ്ണുള്ളോ നല്ല നല്ല സത്യമായി പറയത്തില്ല. ഒരു കളി പറയാലോ പറയണ. കാസർഗോഡ് ഓനെ കുറിച്ച് എന്ത്? അജുബായ് റോളമാൾ ഫുൾ സപ്പോർട്ട്. അജുബായ് ഡോറാമാൾ ഫുൾ സപ്പോർട്ട്. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? പോരാ. പോരാ. മോനെ നീ എന്ത് പോയി? ആത്മഹത്യ പറ. നല്ലൊരു വ്യക്തിത്വമാണ്. അറിയില്ല, ഫസ്റ്റ് ഞാൻ കാണുന്നല്ലേ. പിന്നെ യോനെ നീ ഇപ്പൊ എപ്പോൾ കണ്ടോണ്ടുണ്ടായതാ? ഓനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നീ ആദ്യമായിട്ട് ഓളെ നായി കേൾക്കുന്നേ? ഓളെ നായി കാണാൻ ആദ്യമായിട്ട്. എനിക്കറിയില്ല. അല്ല, നീ ഓള് വേറെ ആൽബത്തിൽ ചെയ്തിന്. അതാ മാങ്ങാട്ടാലിന്റെ എന്തോ ഒരു കണ്ടെത്തുന്നത് ചെയ്തിന് റീൽസ് അരിച്ച കാണാനുണ്ട്. അതല്ല ഈ ഫ്രെയിം അടിപൊളിയായിരിക്കും അല്ലേ? ഈ ഫ്രെയിം അടിപൊളിയായിരിക്കും. पीछे जाने को और आए हुआ अच्छा है, ये मशहूर है, तो दिखाई नहीं दे रहा भाई. എന്തുണ്ടെങ്കിലും കഴിഞ്ഞില്ല ഇർഫാന കേള. ഉണ്ട് റിഫായ്. എന്ത് തെറ്റിയിരിക്കുന്നു? എന്തായി? കഴിഞ്ഞില്ല റിഫായ്. ഇങ്ങനെയാ കുറച്ചും കൂടി ഇങ്ങോട്ട്. എന്റെ പൊന്നോ അല്ലാ, നോമ്പ് ഓർമ്മിച്ചു.
ഇനി നാളെ എടുക്കാം നമ്മ പോവാ നാളെ എടുക്കാം പോയി. സ്തംഭിച്ച് നിൽക്കുന്ന സമയം കേട്ടാ. കുറച്ചൊക്കെ വാ. ആ സ്തംഭിച്ച് നിൽക്കണം. റെഡി റോളിംഗ് ആക്ഷൻ. ചിരിച്ചിട്ട് ഹായ് വേണോ? 2 സ്റ്റെപ്പ് നടന്നിട്ട് അങ്ങനെ ഞങ്ങളെ ഇർഫാൻ തന്നെ എടുക്കാൻ പോകുന്നല്ലേ? ഓക്കെ മൊത്തം ഇൻഷാ അള്ളാ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തൊക്കെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് 1 മില്യൺ ആവട്ടെ. താങ്ക് യു. പേരെന്ത്? റൂഹ്. റൂഹ്. ഇവൾ ഇത് റൂഹല്ല, ഇത് ശൈത്താന്. റുഹാനി. റൂഹാനി. ആ അപ്പൊ പറഞ്ഞ പോലെ കാണണം. അല്ല നീ വന്നത് ഇൻഷാ അള്ളാ. വന്നത് ഞാൻ മണ്ണില് നീ തന്നെ പോകുന്ന ഓക്കെ അമ്മ ചാട്ടുന്നു അതറിയല്ലോ. എപ്പോ നീ ഇടുന്ന? അതിൽ വന്നിട്ടാ വിളിക്കട്ടാ. ഗുഡ് നൈറ്റാ. ഇടുന്നോ? അത് വന്നിനല്ലോ ഇത് നീ ഇട്ടിനാ? ഇന്ന് രാവിലെ ഇട്ടിനെ. കിട്ടണേ? നിന്റെ യൂട്യൂബ് ചാനല്ല സെറ്റ് ആയിട്ടു? ഗൈസ് ഷൂട്ട് അത്യാവശ്യം കഴിഞ്ഞ് പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. അത് മേ ബി ഒന്നെങ്കിൽ ഇപ്പൊ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നൊക്കെ നോക്കണം എന്താ സംഭവം എന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഞങ്ങക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റുഡിയോയ്ക്ക് പോയിട്ട് ഫയൽ മാറ്റണം. കാരണം കാർഡ് ഫുള്ളായി. 2 കാർഡ് ഉണ്ടായിരുന്നു, 2ഉം ഫുള്ളായെന്ന് വെച്ചാൽ കുറെ എക്സ്ട്രാ ഷോർട്സ് കാര്യങ്ങളൊക്കെ വന്നല്ല. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു പെട്ടെന്നുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ എടാ നിന്റെ നായികയായിട്ടുള്ള ഫസ്റ്റ് വർക്കല്ലേ? അത് എന്താണ് പ്രേക്ഷകരോട് വർക്കിനെ കുറിച്ച് പറയാനുള്ള? അടിപൊളിയാണ്. പിന്നെ ഈ മൂപ്പര് ക്യാമറമാൻ റിഫൈ ആണെങ്കിലും നല്ല ജോലിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഗുമ്മിട്ടത്. അല്ലാതെ പിന്നെ എന്റെ നായകനായ അഭിനയിച്ച ഹുദാശോലും സൂപ്പറാണ്. നീ എന്നെ സൂപ്പർ എന്ന് പറയുന്നത് വിട്. ഞാൻ ഫുൾ ടെൻഷൻ കൊടുക്കുന്ന ആളാണ്. കാരണം ആസ് എ ഡയറക്ടർ എനിക്ക് ചിലപ്പോ അങ്ങനെയല്ല ചെയ്യേണ്ടി വരും അല്ലെ. പക്ഷെ അതൊന്നും സീനില്ല. വർക്ക് നമ്മൾ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെല്ലാം ഉണ്ടാവല്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ വർക്കിന് കാണണ്ടോ? നായികയുടെ പേര് പറഞ്ഞടാ. ഐഷ സൽമ. ഐഷ സൽമ ഇനി അങ്ങോട്ട് ഉണ്ടാവും കേട്ടാ ഫീൽഡില് അല്ലേ? ഫീൽഡിലുണ്ടാവും. ഇപ്പൊ ത്രൂ ഔട്ടായിട്ട് ഫസ്റ്റ് ഒരു വർക്കാ. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ നിന്ന് ഇത്രയും എക്സ്പ്രഷൻ കിട്ടുമെന്ന്. പോയാ ഇല്ല മാഷാ അല്ലാ. ഇല്ല നല്ല അത്യാവശ്യം നല്ല. പിന്നെ ഒരു കുറവെന്ന് വെച്ചാൽ ക്യാമറയുടേതാണ്. ക്യാമറമാൻ ഇനിയിപ്പോ നെക്സ്റ്റ് വർക്കിൽ നല്ലവനെ വെക്കണമെന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ അത് ഞാൻ ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കാലെന്നുള്ളൊരു തോന്നലുണ്ട് ഇൻഷാ അല്ലാ. നായകനായിട്ടുള്ള വർക്കിൽ ഞാനും കലമ്പ് മാത്രം ഉണ്ടായി. കലമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്യാമറമാൻ ഇട്ട് കഴിഞ്ഞാൽ കല്ലുണ്ടാക്കുന്ന ഫുള്ള് തല്ലേ ഒരു ഫ്രണ്ട്സും. അല്ല ഈ കലമ്പ് എന്ന് പറയുന്നതിന് ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ പറയുന്ന വാക്കല്ല ഭയങ്കര കളിയാക്കല്. കലമ്പ് എന്ത് കലമ്പ്? അത് അലമ്പ്. അടിപൊളി. കലമ്പ് മീൻസ് അടിപൊളി. അതെ. ഇതേടെ സ്ഥലം പാലക്കുന്ന. ഇതെന്ത് ഉത്സവം അല്ലേ? നല്ല അടിപൊളി വിഷ്വല്. ചന്തക്കല്ല പോയതാ. നീ സമയമില്ല, സ്റ്റുഡിയോക്ക് എത്തിയേ പറ്റൂ. ഇല്ല പോയായിരുന്നു. തിരക്കുള്ള കാലഘട്ടമായിട്ടില്ല അവസ്ഥ. നാഴിക കല്ലെടുത്തു ഞാനിതാ. അടിപൊളി. ഉത്സവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. ഞാന് സത്യമായിട്ടും ഇതുപോലത്തെ പരിപാടിക്കില്ല, എനിക്ക് ഭയങ്കര ക്രൈസാ. ചന്ത കറക്കം കുമ്പളവടിക്ക് ഞാൻ 4 ദിവസം പോയിന്. കുമ്പളവടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയിന് അടക്ക്. ലാസ്റ്റ് എക്സ്പോക്കെല്ലാം കയറിയിട്ട് പോകുന്നത്. എന്റെ ഫസ്റ്റത്തെ ബ്ലോഗ് തുടങ്ങുന്ന തന്നെ നടന്നു. ആ കാണുന്നതാണ് റിഫായ്. കുദാശാവിലോ എന്റെ പൊന്നെ. അപ്പൊ നമ്മൾ ഇന്നത്തേന് സലാം പറയുന്നു ഇവിടെ നിന്ന്. മസലാം. ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോണേന് കുറച്ച് പരിപാടിയുണ്ട്. ഫോണിന്റെ ചാർജ് ഇതോടുകൂടി കുതാകവ. അപ്പൊ എന്റെ പൊന്നാര ഹബീബുള്ള ഇനി അങ്ങോട്ടുള്ളതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂല. കാരണം ഫോണിന്റെ ചാർജ് തീർന്നു. എന്തായാലും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്ലായി.